ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായിരുന്നു വീഡിയോ ഇട്ടിട്ട്. കാരണമൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം വെഡ്ഡിങ് ഡ്രസ്സിൽ, അതായത് വെഡ്ഡിങ് ബ്ലൗസിൻ്റെ ബാക്കിൽ ചെയ്തൊരു ഡിസൈനാണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലെറ്റേഴ്സ് മാത്രമാണ് ഇതിൽ ബീഡ്സ് കൊണ്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു ഏകദേശം എങ്ങനെയാണ് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പറിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് നെറ്റിലാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ പേപ്പറിലൊന്ന് വരച്ചെടുത്തേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ വൈറ്റ് പേൾ ബീഡ്, അത്യാവശ്യം വലുപ്പമുള്ള ബീഡാണ് എടുത്തേക്കുന്നത്. നോർമൽ നീഡിൽ നമ്പർ 12 തന്നെയാണ് എടുത്തേക്കണത് കേട്ടോ. ആ ലെറ്റേഴ്സ് വരുന്ന അതേ രീതിയിൽ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ബീഡ്സാണ് നമ്മൾ ഹാൻഡ് വർക്കാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സെക്യൂർ ആക്കി തന്നെ തയ്ച്ചു കൊടുക്കുക. നമ്മളിത് ചെയ്ത് കൊടുക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ 2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ 2 തവണ അല്ലെങ്കിൽ 3 തവണ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സമയം പോലെ നല്ല ഭംഗിയായിട്ട് കൂടുതൽ സെക്യൂറായിട്ടിരിക്കാനായിട്ട് അതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നു, അപ്പോൾ അതായത് എത്ര നല്ല രീതിയിൽ ചെയ്യുന്നു അത്രയും ഭംഗി ആ വർക്കിനുണ്ടാവും. അപ്പോൾ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഏത് ലെറ്റേഴ്സാണോ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ലെറ്റർ നമുക്ക് കാണാവുന്ന രീതിയിൽ നമ്മൾ നെറ്റിൽ അല്ലെങ്കിൽ മറ്റുള്ള തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പുറത്ത് കാണുന്ന, അതായത് ബീഡ്സ് വെച്ച് കഴിയുമ്പോൾ പുറത്ത് കാണുന്ന രീതിയിൽ വെക്കുകയും ചെയ്യരുത്. അപ്പം ഞാനിപ്പോൾ ഇത് നമ്മുടെ നെറ്റിൽ ഒന്ന് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് അത്ര നന്നായിട്ട് പുറത്ത് അറിയത്തില്ല. പിന്നെ ഞാൻ ആ ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് അറിയത്തില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പെൻസിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ നെറ്റിൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ചോക്ക് കൊണ്ടൊക്കെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അതും ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഗ്ലാസ് പെൻസിലും ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന നെറ്റിൻ്റെ കളറിന് സെയിം കളർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന കളറുകളൊന്നും എടുക്കരുത്. ഇപ്പോൾ ലൈറ്റ് കളർ നെറ്റാണെങ്കിൽ ഡാർക്ക് കളറിലുള്ള ഗ്ലാസ് പെൻസിൽ എടുക്കുക. അതുപോലെ എന്താ പറയുന്നത്, ഡാർക്ക് കളറിലാണെങ്കിൽ ലൈറ്റ് കളറിൽ വരുന്ന ഗ്ലാസ് പെൻസിൽ എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേ രീതിയിൽ ആ ഒരു വരച്ചു കൊടുത്തേക്കുന്നതിൻ്റെ കൂടെ മേളിൽ കൂടെ തന്നെ അതങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന ലെറ്റർ എയും എന്നും ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പേരിൻ്റെ ലെറ്റേഴ്സിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വൈറ്റ് ബീഡ്, അതായത് പേൾ ബീഡ് വെച്ച് കൊടുത്തു. അതിന് ശേഷം ഔട്ടർ ലെയറിൽ ഞാൻ ഷുഗർ ബീഡോട് വെച്ചൊന്ന് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭംഗിയാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ഒരാളാകുമ്പോൾ നമ്മളുടെ സ്വന്തം ഡ്രസ്സിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ഞാൻ 2 ലെറ്റേഴ്സും അതുപോലെ സെൻറ്ററിൽ ഒരു ഹാർട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ഔട്ടർ ലെയറിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് ഓരോന്ന് വെച്ച് കൊടുക്കേണ്ട, നമ്മളൊരു 3 എണ്ണമൊക്കെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. 3 ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ബാക്ക് സ്റ്റിച്ചിൽ ഇതിൻ്റെ ഔട്ടർ ലെയർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ല സെക്യൂറായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ ഹാർട്ടും 2 സൈഡുകളിലും ഔട്ടർ ലെയറിലായിട്ട്, അതായത് സെൻട്രലിൽ പേൾ ബീഡ് വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് ഈ ഒരു ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനി കംപ്ലീറ്റ് നെയിം വേണമെങ്കിൽ ഇതുപോലെ എഴുതിയെടുക്കാം, അതിനുള്ള സ്പേസൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലുപ്പത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ആ ഒരു ഷേപ്പും കിട്ടത്തില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലെറ്റേഴ്സ് മാത്രം, അതായത് ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഇതിൽ അഡീഷണലായിട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.